തൊണ്ണൂറുകാരനായ കത്തോലിക്ക ബാവാലേക്ക് വടിയില്ലാതെ കടന്നു വരാമെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ വടിയും കൊണ്ടുവരുമെന്ന് വിചാരിച്ചപ്പോഴാണ് പ്രൊഫസർ OM മാത്യു വടിയുമായിട്ട് കടന്നു വരും. അതിന്റെ കാരണം ഞാനും പ്രൊഫസർ OM മാത്യുവും 1ാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ചവരാണ്. അത് ഈ വരുന്ന ഡിസംബറിൽ 83ാം വയസ്സിലേക്ക് കടക്കുമെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് ഞാനും 83ാം വയസ്സിലേക്ക് കടക്കും. അപ്പോൾ അദ്ദേഹത്തിന് വടി പിടിക്കാമെങ്കിൽ എനിക്കും വടി പിടിക്കുന്നതിന് ഒരു പ്രയാസവുമില്ലാതെ. അപ്പോഴാണ് നമ്മുടെ സ്വാഗത പ്രസംഗം ഷിബു മാത്യു സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ ബാവാ തിരുമേനി ഇന്നത്തെ രാവിലത്തെ വാർത്ത അറിഞ്ഞതോടുകൂടെ ഷിബു മാത്യു ഇതിന്റെ സംഘാടകരും വളരെ വളരെ നിരാശയിലായി പോയിരുന്നു. എന്നാൽ ഈ സമയമായപ്പോൾ നിരാശ മാറി അദ്ദേഹം ഇവിടെ വന്നെത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ശ്രേഷ്ഠ ബാവയെ സംബന്ധിച്ച് ഈ ഷിബു മാത്യു പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴൊക്കെ മലങ്കര യാക്കോബായ സഭ നിരാശയുടെ അടിത്തട്ടിൽ കടന്നുപോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഫീനിക്സ് പക്ഷി പോലെ അതിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും കാതോലിക്ക ബാവാ തിരുമേനിയാണ്. അതുകൊണ്ട് ഷിബു മാത്യുവിൽ നിന്ന് സ്വാഗതം പറഞ്ഞപ്പോൾ ഉണ്ടായ യഥാർത്ഥത്തിൽ അദ്ദേഹം ബാവായെ വിവരിക്കുകയായിരുന്നെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇന്ന് പ്രൊഫസർ ഹോപ്പ് ജേക്കബ് തോമസ് എഴുതിയ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അധികം ദിവസമായില്ല. പൂർണ്ണമായിട്ട് ഞാനത് വായിക്കുമെന്ന് പറയുന്നത് തെയോഫിലോസ് മെത്രാപ്പോലീത്തായുടെ അവതാരിക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇംഗ്ലീഷിൽ ബ്രൗസ് ത്രൂ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് കടന്നിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഞാനതിൽ ശ്രദ്ധേയമായ 1-2 ഞാൻ കണ്ടത് പരിശുദ്ധനായ ചാത്തുരുത്തി പരുമല തിരുമേനിയുടെ അന്ത്യോക്യ പാത്രികീസിനോടും അന്ത്യോക്യ സിംഹാസനത്തോടുമുള്ള ഭയഭക്തി ബഹുമാനങ്ങളുടെ ഒരു വർണ്ണനയാണ്. സ്താത്തിക്കോനിൽ മാത്രമല്ല, അതിനുശേഷവും പല പ്രസ്താവനകളിലും അദ്ദേഹം പരുമല തിരുമേനി നടത്തിയിട്ടുള്ള അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അചഞ്ചലമായ അദ്ദേഹത്തിന്റെ പൂർവ്വ വിശ്വാസവും ഒരിക്കൽ പോലും കുറയ്ക്കാതെ പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഇവിടെ പറയണമെന്ന് തോന്നുന്നു. അതായത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിൽപ്പെട്ടവരിൽ മാർത്തോമാക്കാരനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ആദ്യത്തെ പട്ടം അദ്ദേഹത്തിന് ലഭിച്ചത് മാർത്തോമാ സഭയുടെ സ്ഥാപകനെന്ന് ഈ പുസ്തകത്തിലും പറയുന്ന പാലക്കുന്നത്ത് മത്യൂസ് സുത്താനാസിയോസ് തിരുമേനിയിൽ നിന്നാണ് എന്ന് പരുമല തിരുമേനിയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി. കരിങ്ങാച്ചിറ പള്ളിയിൽ വെച്ച കോറിയോ പട്ടം കിട്ടിയതാന്നുള്ളത് ആ പള്ളിയുടെ അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കല്യാണത്തിന് പോയപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണ് ഈ പട്ടം കൊടുത്തതെന്നും കൂടെ ഒന്ന് എഴുതിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. അതിന്റെ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീവ്രമായ ഞങ്ങളുടെ ഉഗ്രമായ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അന്നും ഇന്നും അന്ത്യോക്യ പാത്രികീസിൽ നിന്നുള്ള പട്ടത്വം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാൻ സാധിച്ചത്. അതിനുവേണ്ടി മാർത്തോമാ സഭയിലെ ആ കാലത്തെ പുരോഹിതന്മാർ, പ്രത്യേകിച്ച് കോവൂരച്ചനും കോട്ടയത്തെ താഴത്തച്ഛനും ഒക്കെ കൂടെ നടത്തിയ കഷ്ടപ്പാടുകളൊക്കെ വർണ്ണിക്കുന്ന ഭാഗങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ ഓർത്തിട്ടുണ്ട്, അത്രയും വലിയ പ്രയാസപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇവിടെയുള്ള ആരെ കൊണ്ടെങ്കിലും CSI സഭ അന്നില്ലെങ്കിലും ആംഗ്ലിക്കൻ സഭയിലെ ബിഷപ്പന്മാർ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് സ്വീകരിക്കാതെ അന്ത്യോക്യ പാത്രികീസിൽ നിന്നും ലഭിച്ച പട്ടത്വത്തിന്റെ പിന്തുടർച്ചക്കാരൻ 2 മെത്രാന്മാർ
തിരുവിതാംകൂർച്ചിയുടെ പുറത്തുണ്ടെന്നറിഞ്ഞ് അവരെ പോയി വളവര വെള്ളത്തിൽ കൊണ്ടുവന്ന സാഹസികമായ യാത്രയെപ്പറ്റിയൊക്കെ വർണ്ണിക്കുന്നത് വായിക്കുമ്പോൾ മാർത്തോമാ സഭ ഇപ്പോഴും അതിൽ കാണിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഇന്നുവരെ ഒരു മൂറോൻ കൂദാശ ചൊല്ലാത്ത ഒരു പൗരസ്ത്യ സഭ ഏതുണ്ടെന്ന് ചോദിച്ചാൽ മാർത്തോമാ സഭയുണ്ട്. യോഹന്നാൻ മെത്രാപ്പൊലീത്ത വരെ മൂറോൻ കൂദാശ നടത്തി ഓർത്തോണമെന്നില്ല. മാർത്തോമാ സഭ മൂറോൻ കൂദാശ നടത്താത്തത് അവരുടെ കയ്യിൽ ആദ്യമേ ലഭിച്ചിട്ടുള്ള മൂറോനിൽ ഇപ്പോഴും അത് സൈറ്റുമായി പകർന്ന് മാത്രമല്ലാതെ വേറൊരു മൂറോൻ കൂദാശ കൊടുക്കാറ്. മൂറോൻ കൂദാശ നടത്താനുള്ള അവകാശം മിഥ്യാവിശ്വാസ പ്രമാണത്തിന് ശേഷം പാത്രികീസന്മാരിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് പറയുന്ന ആ ഈസ്റ്റേൺ ചർച്ചിന്റെ ആ പാരമ്പര്യം തുടർന്നുകൊണ്ട് പോകുന്ന ഒരു സഭയാണ് മാർത്തോമാ സഭ. ഇന്ന് രാവിലത്തെ പത്രം വായിച്ചപ്പോൾ ഇന്നിവിടെ ഷിബു മാത്യുവിന്റെ സ്വാഗത പ്രസംഗം കേട്ടപ്പോൾ രണ്ട് വിഭിന്നമായ പ്രതികരണങ്ങൾ ഞാൻ കണ്ടു. ഷിബു മാത്യു സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ നിരാശയുണ്ടെന്ന്. ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവായുടെ വക ഒരു പ്രസ്താവന ഞാൻ കണ്ടു. ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ തിടുക്കം കാണിക്കുന്ന ഇപ്പോഴത്തെ സർക്കാർ എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ സംബന്ധിച്ച് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീവ്രത കാണിക്കുന്നില്ല എന്നോർത്ത് വിജയഭേരി മുഴക്കിക്കൊണ്ടാണെങ്കിലും അതിനകത്തൊരു വിമർശനത്തിന്റെ സ്വരം ഞങ്ങൾ. ഈ രണ്ടിലും വലിയ കാര്യമില്ല. ഞാൻ പറഞ്ഞു തരാം. ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നും അവർക്ക് കിട്ടിയ വിധി നടപ്പിലാക്കുന്നില്ല എന്ന് പറയുന്നതിന് ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഒരു സിവിൽ കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ടത് സിവിൽ കോടതിയാണ്. വലിയ പരിമിതമായ എന്റെ നിയമജ്ഞാനത്തിലും സുദീർഘമായ എന്റെ അനുഭവ പരിജ്ഞാനം വെച്ചുകൊണ്ട് പറയുകയാണ്, ശബരിമലയുടെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വേർഡിക്റ്റാണ് പറഞ്ഞത്. അതൊരു ഡിക്ലറേഷനാണ്. അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ മലങ്കര സഭയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വിധികൾ സിവിൽ കേസിനകത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് അവിടെ ചെന്ന അവസാന കാലഘട്ടത്തിലെ വിധിയാണ്. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അവകാശം സിവിൽ കോടതികൾക്ക് മാത്രമേ ഉള്ളൂ, ഗവൺമെന്റിനില്ല. അതറിഞ്ഞിരിക്കണം. പിന്നെ എന്തുകൊണ്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യാത്തത് എന്ന്, സിവിൽ കോടതിയിൽ കൂടി എക്സിക്യൂട്ട് ചെയ്യാത്തത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഷിബു മാത്യുവിനെ പ്രകടിപ്പിച്ച ഒരു നിരാശ അദ്ദേഹത്തിന് ആവശ്യമില്ലെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. കാരണം ഈ സുപ്രീം കോടതി വിധി മുഴുവൻ ഞാൻ വായിച്ചതാണ്. ഒരു പ്രാവശ്യമല്ല, ഒന്നിൽ കൂടുതൽ ഞാൻ വായിച്ചു. ആ സുപ്രീം കോടതിയിൽ വിധിയിലെ ഒരു കാര്യം നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയുകയാണ്. അതുകൊണ്ടാണ് അത് സിവിൽ കോടതിയിലേക്ക് പോകാത്തത്. 1934 ഭരണഘടനയാണ് സാധുവായ ഭരണഘടനയെന്നും അത് സ്വീകരിച്ചിട്ടുള്ള പള്ളികളെല്ലാം അതനുസരിച്ച് ഭരിക്കപ്പെടണമെന്നുമാണ് സുപ്രീം കോടതി പറഞ്ഞത്. ശരിയാണ്. അപ്പോൾ അവിടെ ഒരു തർക്കം ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഇതായിരുന്നു. 1934 ഭരണഘടന രജിസ്റ്റർ ചെയ്യാത്ത ഒരു പ്രമാണമായതുകൊണ്ട് അത് തെളിവിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് പാത്രികീസ് ഭാഗത്ത് നിന്നുണ്ടായ ഒരു വാദത്തിന് ശ്രീ ഷാരൂൺ മിശ്ര എഴുതിയ ജഡ്ജ്മെന്റിൽ അദ്ദേഹം പറഞ്ഞത്, അതിനോട് യോജിച്ചാണ് പിന്നെ വന്ന ജഡ്ജ്മെന്റ്, പിന്നീട് വന്ന കേസ് വിധിയിലൊക്കെ അതാണ് അത് പറഞ്ഞത്. അത് രജിസ്റ്റർ ചെയ്യാത്തത്, രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ഓൺലി വെൻ ദ റൈറ്റ് ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് ട്രാൻസ്ഫേർഡ്, അസൈൻഡ് ഓർ എക്സ്റ്റിംഗ്വിഷ്ഡ്, ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യത്തിൽ മാത്രമേ രജിസ്ട്രേഷന്റെ ആവശ്യമുള്ളൂ. ഇവിടെ 1934 ഭരണഘടന അനുസരിച്ച് നോ റൈറ്റ്, നോ ടൈറ്റിൽ ആൻഡ് നത്തിങ് ഈസ് ട്രാൻസ്ഫേർഡ് ഓർ അസൈൻഡ് ഓർ എക്സ്റ്റിംഗ്വിഷ്ഡ് എന്ന് എടുത്തെടുത്ത് പറയുന്നു. നിങ്ങളത് അറിഞ്ഞിരിക്കണം.
1995 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇടവക പള്ളികൾ പള്ളിക്കാരുടെയാണ് എന്ന് ജസ്റ്റിസ് ജീവൻ റെഡ്ഡിയുടെ ഭൂരിപക്ഷ വിധിയിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിയിലെ ഒരു ഇഷ്ടിക പോലും 1934 ഭരണഘടന പ്രകാരം അങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരു ഓട്ടൻ കഷ്ണം പോലും പോയിട്ടില്ല. പിന്നെ എന്താണ് പോയത്? പിന്നെ പള്ളിയുടെ ഭക്തന്മാരുടെ ആണെങ്കിൽ, പള്ളിയുടെ ജനങ്ങളുടെ ആണെങ്കിൽ, പള്ളിയിലെ ജനങ്ങളെ ഞങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റുകയില്ലെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ വിധി അനുസരിച്ച് അവർ വിധി ഭക്തന്മാരെ നടത്തി ഞങ്ങളുടെ സഭയിലേക്ക് കൊണ്ടുവരണമെന്ന് ആരും പറയാൻ ധൈര്യപ്പെടുകയില്ല കോടതിയിൽ. പിന്നെ എന്താ വേണ്ടത്? ആ പള്ളിയിലെ ഭരണം ഞങ്ങളെ ഏൽപ്പിക്കാൻ വികാരിയെ നിയമിക്കാൻ ഞങ്ങൾക്ക് അവകാശം ചെയ്തോളൂ. അത് ചെയ്യുമ്പോൾ 70%, 80% ഭൂരിപക്ഷമുള്ള പള്ളിയിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് അത് നോക്കേണ്ട ചുമതല അവർക്കാണ്, അത് കയ്യേറാൻ വരുന്നവർക്കാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റിന്റെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പള്ളിയും നടത്തിക്കൊടുക്കാനായിട്ട് ഈ വിധി പ്രകാരം സാധിക്കില്ല എന്നുള്ള വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളെ പലരും നിരാശപ്പെട്ടവരാണ്. ഷിബി മാത്യു ആ കാര്യത്തിൽ പ്രകടിപ്പിച്ച നിരാശ നിങ്ങളിൽ പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഈ സത്യാവസ്ഥയും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് മാറ്റാൻ ഇനി ഒക്കുകയില്ല. ഇതെങ്ങനെയാണ് ഈ ഒരു ഭാഗം അവസാന കാലത്ത് സുപ്രീം കോടതിയിൽ വന്നു ചേർന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. 1995 ജഡ്ജ്മെന്റിന്റെ കാലത്ത് ഇത് ആർക്കും അറിയാൻ വേണ്ട. ഇതിപ്പോ റൈസ് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ അത് സുപ്രീം കോടതി മറികടന്ന വാചകമാണ്. അവർ തന്നെ പറഞ്ഞതാണ്, ഞാൻ കോട്ട് ചെയ്യുന്നത്. നോ റൈറ്റ്, ടൈറ്റിൽ ആൻഡ് ഇൻട്രസ്റ്റ് ആറ്റ് ബീൻ ട്രാൻസ്ഫേർഡ്, അസൈൻഡ് ഓർ എക്സ്റ്റിംഗ്വിഷ്ഡ് ആസ് പെർ 1934 കോൺസ്റ്റിറ്റ്യൂഷൻ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. സ്ഥാവര സ്വത്തുക്കൾ സംബന്ധിച്ചാ പോകേണ്ടത്. പിന്നെ ഏതാ പോയത്? നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. ഞാനിത് പറയാൻ കാരണം, ഈ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തർക്കം എത്ര കാലം നിലനിർത്താൻ പറ്റും? അന്ത്യോക്യ പാത്രികീസ് മാർ അപ്രേൽ തിരുമേനി ഇവിടെ വന്നപ്പോ അഭിവന്യ തിമോത്തിയോസ് തിരുമേനി അദ്ദേഹത്തിന്റെ സ്വീകരണ ചടങ്ങിൽ എന്നെ കൂടെ പ്രസംഗിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, അവിടെ വെച്ച് ഞാൻ പറഞ്ഞത്, ഞാൻ ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പ്രസംഗത്തിന്റെ ഒരു കോപ്പി ഞാൻ പാത്രികീസ് ബാവയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. ഇതൊന്നായിത്തീരണം എന്ന് പറയുന്നത് നടക്കുകയല്ലെങ്കിൽ രണ്ടായിത്തീർന്നാണെങ്കിലും സഭയിൽ സമാധാനം സ്ഥാപിക്കാൻ പറ്റുമല്ലോ. കോടതി വിധിയിൽ കൂടെ ഒരു പള്ളി തുറന്നെടുക്കാനായിട്ട് സാധിക്കില്ലെന്നുള്ളതിന്റെ പ്രത്യക്ഷ തെളിവിന്റെ ഉദാഹരണത്തിന്റെ ഒരു അനന്തരാവകാശിയാണ് ഞാൻ. കോട്ടയത്തെ മണർകാട് സെന്റ് മേരീസ് പള്ളി വ്യവഹാരത്തിന്റെ വിധി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് മാർത്തോമാക്കാർക്ക് വേണ്ടിയാണ് അനുകൂലമായിട്ട് വിധിച്ചത്. എന്തുകൊണ്ട് മാർത്തോമാക്കാർക്ക് ആ പള്ളി പിടിച്ചെടുക്കാൻ സാധിക്കാഞ്ഞെന്നറിയാവോ? അന്ന് 85% പേരും യാക്കോബായ സഭയിൽപ്പെട്ടവരും 15% പേരും മാർത്തോമാക്കാരുമായിരുന്നു. ആ വിധിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാവുന്ന ബുദ്ധിയുള്ള മാർത്തോമാക്കാർ അതിന് പോയിട്ടില്ല. ഇന്നത്തെ സ്ഥിതി അതുമല്ല. അന്ന് 85% ഉണ്ടായിരുന്ന യാക്കോബായ സഭയിലെ അംഗങ്ങളുടെ സ്ഥാനത്ത് മണർകാട് പള്ളിയിൽ ഇന്നും 100% മണർകാട് പള്ളിയിൽ യാക്കോബായക്കാർ. അതുപോലെ മറിച്ചുകൊണ്ടായി. മാരാമൺ പള്ളിയുടെ കേസിന്റെ വിധി വന്നത് യാക്കോബായ സഭയ്ക്ക് അനുകൂലമായിരുന്നു. പക്ഷെ അന്നത്തെ യാക്കോബായക്കാര് ഇതുപോലെ നിരാശപ്പെടാത്തവരായിരുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവിടെ 85% മാർത്തോമാക്കാരാന്ന് കണ്ട് ആ വിധി നടത്താൻ പോയില്ല. അതിപ്പോഴും മാർത്തോമാക്കാർ തുടരുകയാണ്. ഇങ്ങനെ നമുക്ക് ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റുകയല്ലേ? ഈ കേസ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണത്തിന്റെ ഒരാളാണ് ഞാൻ. ശബരിമല സംബന്ധിച്ച് 20 കൊല്ലമായി നിലനിന്നിരുന്ന ഒരു കേസുണ്ടായിരുന്നു. മേൽശാന്തി നിയമനം സംബന്ധിച്ചാണ്. ആദ്യത്തെ കോടതി, പിന്നെ ഹൈക്കോടതി, ഇതെല്ലാം കഴിഞ്ഞത് സുപ്രീം കോടതിയിൽ ചെന്നപ്പോൾ 4 കക്ഷികൾ തമ്മിലുള്ള വലിയ തർക്കമാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ ചോദിച്ചു, ഇതൊരു മധ്യസ്ഥതയ്ക്ക് വിടാൻ തയ്യാറാണോ? മീഡിയേഷൻ.
ഒരു 4 പേരും പറഞ്ഞു ആരായിരിക്കണം മധ്യസ്ഥൻ എന്നുള്ള കാര്യത്തിലേ തർക്കമുള്ളൂ. അപ്പോൾ ജസ്റ്റിസ് പരിപൂർണന്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തെ സ്വീകാര്യമല്ല എന്ന് തന്ത്രി പറയാൻ കാരണം തന്ത്രിയേക്കാൾ കൂടുതൽ തന്ത്രവും വേദവും അറിയാവുന്നയാളായിരുന്നു ജസ്റ്റിസ് പരിപൂർണൻ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. തിരിച്ചു നിൽക്കാൻ ഒക്കുകയില്ല. പിന്നെ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യത്തിന്റെ പേര് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്രാവൻകൂർ ദേവസ്വം ബോർഡുകാർക്ക് വേണ്ടിയോ എതിരായോ അദ്ദേഹം വക്കീലായിരുന്നപ്പോൾ കേസ് നടത്തിയതാണ്. അതുകൊണ്ട് അദ്ദേഹം മധ്യസ്ഥനാകാൻ പ്രയാസമാണ്. പിന്നെ ഹിന്ദുക്കളായ റിട്ടയർഡ് ജഡ്ജിമാരാരുമില്ല. പിന്നെയുള്ള ജഡ്ജിമാരിൽ എന്റെ പേര് പറഞ്ഞപ്പോൾ 4 പേർക്കും സമ്മതമാണെന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് എനിക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിനേക്കാൾ കൂടുതൽ ഒരു പദവി എനിക്ക് എന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ 2ാമത്തെ ഹൈന്ദവ അമ്പലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കം തീർക്കുന്നതിന് വേണ്ടി കോട്ടയത്തുകാരനായ ഒരു സുറിയാനി ക്രിസ്ത്യാനിയെ വിളിച്ചത് ദൈവം തമ്പുരാൻ തന്ന ഒരു പദവിയായി കരുതുന്നത്. ഞാനത് സ്വീകരിച്ചു. മീഡിയേഷൻ എഫേർട്സ് നടത്തി. നിങ്ങളുടെ അറിവിന് പറയട്ടെ, 8 സിറ്റിംഗിന് ശേഷം ആ മീഡിയേഷൻ പൂർണ്ണമായും വിജയകരമായി. ആ കേസ് അതോടുകൂടെ തീർന്നു. അതിനുശേഷം മേൽശാന്തിയെ നിയമിക്കുന്നത് ഈ ഇത്തവണത്തെ മേൽശാന്തിയെ വരെ നിയമിച്ചത് എന്റെ മീഡിയേഷൻ ടേംസിന്റെ അനുസരിച്ചാണ്. അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശബരിമല ക്ഷേത്രത്തിൽ ഇന്നും തീരാതെ കിടക്കുന്ന ശബരിമല ക്ഷേത്രത്തിൽ സാധിക്കുമെങ്കിൽ മലങ്കര സഭയിലെ ഈ തർക്കം തീർക്കാൻ നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? മധ്യസ്ഥന്മാരെ വേണ്ടേ സമീപിക്കാൻ? അത് വേണ്ടേ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഇടയിൽ വ്യവഹാരമുണ്ടായാൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഐഹിക കാര്യങ്ങളെ സംബന്ധിച്ച് വിധി പറയാൻ സഭയിൽ സ്ഥാനമില്ലാത്തവരെ നിങ്ങൾ അതിനുവേണ്ടി സമീപിക്കുന്നതോ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന് പറയുകയാണ്. അദ്ദേഹം സഭയിൽപ്പെട്ട മധ്യസ്ഥന്മാരെ കൊണ്ടാക്കി ആ വ്യവഹാരങ്ങൾ പറഞ്ഞു തീർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു നിലപാടിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യതയാണ് ഏറ്റവും ഒടുവിലായി സുപ്രീം കോടതി നടത്തിയ വിധിയിൽ കൂടെ ഞാൻ കണ്ടത്. ഒരു കാലത്തും അന്ത്യോക്യ പാത്രിക്കീസിനോട് വിധേയം പുലർത്തുന്ന ആളുകൾ ഇനി ഒരാൾ പോലും മറിച്ച് ആ പാത്രിക്കീസിനെതിരായ ഒരു സ്ഥാനം സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വീകരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പം നീ പോവുകയും. അങ്ങനെയാണെങ്കിൽ ഇതൊരു മധ്യസ്ഥതയിൽ കൂടെ മാത്രമേ പരിഹരിക്കാൻ സാധിക്കൂ. മധ്യസ്ഥതയ്ക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ യാക്കോബായ വിഭാഗത്തിന് സമ്മതമാണ്. ഓർത്തഡോക്സ് വിഭാഗം കൂടെ അത് സമ്മതിച്ചാൽ ദീർഘകാലമായി നിലനിന്നു വരുന്ന ഈ വ്യവഹാരം എന്നേക്കുമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. അത് ഈ പുസ്തകം വായിക്കുന്നത് വഴി അതിനൊരു പ്രചോദനം കിട്ടാൻ ദൈവം ഇടവരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.